ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കുറെ പോലീസ് ഓഫീസേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നാളെ നേരെ തിരിച്ച് ശ്രീ അഖിലേഷ് യാദവാണ് ഇതിന്റെ എല്ലാം പുറകിൽ എന്നൊരു റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് കൊണ്ടെത്താൻ ബുദ്ധിമുട്ട്. എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരണം. എന്നാൽ മാത്രമേ വിശ്വാസികൾക്ക് തന്നെ നമ്മുടെ കാശ് എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു സ്പേസ് ഉണ്ടാകും, ഒരു ഓപ്ഷൻ ഉണ്ടാകും. BJPയുടെയും RSSന്റെ ഏറ്റവും വലിയ പെറ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. എന്നിട്ട് അയോധ്യ BJP തോറ്റു. അതിന് തോറ്റേണ്ട കാരണം ശ്രീരാമനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറയുന്ന പോലെ ശ്രീരാമൻ ഭക്തരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ സാധാരണക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഉണ്ട്. ഒരു ബാലൻസ് കൊണ്ടുപോകണം. ഇവരുടെ രണ്ടുപേരുടെയും നിലപാട് വളരെ പ്രധാനമാണ്. മോഹൻ ഭഗവത്ജിയുടെയും പ്രധാനമാണ്, നരേന്ദ്രമോദിജിയുടെയും പ്രധാനമാണ്. രണ്ട്, ഇത് സ്പിയർഹെഡ് ചെയ്യേണ്ട, അതായത് സർക്കാരിനെ ചോദ്യശരങ്ങളിൽ മുൾമുനയിൽ നിർത്തേണ്ട രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ പ്രധാനമാണ്. ഈ യോഗി ആദിത്യനാഥിന് വീണ്ടും മുഖ്യമന്ത്രി ആകണം എന്നുണ്ടെങ്കിൽ ഈ രാമന്റെ ഈ ഒരു കൊള്ള നടന്നത് എങ്ങനെയെങ്കിലും അത് തെളിയിക്കണം. അത് അവരല്ല, അല്ലെങ്കിൽ ഈ രാമന്റെ പേരും പറഞ്ഞ് അവസാനം കൊള്ള നടത്തി എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ അത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ രീതിയിലുള്ള ഒരു വിള്ളലാകും. അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് അവരുടെ മുഖം രക്ഷിക്കാൻ നോക്കുമ്പോൾ അവിടെ എത്രത്തോളം ഈ BJPക്കും RSSനും വെല്ലുവിളികൾ ഉണ്ടാകും? വെല്ലുവിളികളുണ്ട്. പിന്നെ രണ്ട്, ഇവരാരെ കണ്ടെത്തിയാലുമേ അതിൽ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടാവുമെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ രേഷ്മയും നമ്മുടെ യദുവും കൂടി ചർച്ച ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈസിലി കള്ളക്കേസ് കൊടുക്കാൻ പറ്റും. കാര്യം ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കുറെ പോലീസ് ഓഫീസേഴ്സാണ്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നാളെ നേരെ തിരിച്ച് ശ്രീ അഖിലേഷ് യാദവാണ് ഇതിന്റെ എല്ലാം പുറകിൽ എന്നൊരു റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് കൊണ്ടെത്താൻ ബുദ്ധിമുട്ട്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയുന്നു ഇങ്ങനെ റിപ്പോർട്ട് തരണം, അവരെങ്ങനെ റിപ്പോർട്ട് തരും? അല്ലാതെ എന്താ പ്രത്യേകത? അവിടെയാണ് കോടതികളാവുമ്പോൾ കുറച്ചുകൂടെ ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള രണ്ട് ഓർഗനൈസേഷൻ കോടതികളും പട്ടാളവുമാണ്. ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ കോടതികളോടും നമുക്കൊരു ബഹുമാനവും ആദരവും ഉണ്ട്. അവരിലും ചില തെറ്റുകാരൊക്കെ ചരിത്രപരമായി സംഭവിച്ചു കാണാം. എന്നാലും ബൈ ആൻഡ് ലാർജ് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുകൊണ്ട് കോർട്ട് മോണിറ്റേർഡ് പ്രോബ് ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയും എതിർ പാർട്ടിക്കാരെയും കൊടുക്കാനുള്ളൊരു വേദിയായി ഇത് മാറും. എന്തായാലും എനിക്ക് തോന്നുന്നു ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ ഞാനും കൂട്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ദൈവം സഹായിച്ച ഒരു ക്രിസ്ത്യാനിയുടെയും മുസ്ലിയുടെയും പേര് വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പൂലം. അതായത് കഷ്ടകാലത്തിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരന്റെയോ മുസ്ലിം സഹോദരന്റെയോ പേര് വന്നെങ്കിൽ വിഷയം ഏത് രീതിയിൽ കത്തുമായിരുന്നു നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം അതായത് ഹിന്ദുത്വ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. RSS അടക്കം നേതൃത്വം നൽകുന്ന ഹിന്ദു മഹാസഭയും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളിൽ RSS തന്നെ ഹിന്ദുത്വ അല്ലാത്തൊരു ലൈനും ഉണ്ട്. കുറച്ചുകൂടെ ഗാന്ധിജിയോട് ചേർന്ന് നിൽക്കുന്ന ഗുരുജി ഗോൾവൽക്കറുടെ ഒക്കെ ലൈനുണ്ട്. ആദ്യകാലത്തെ ഗുരുജി ഇവോൾവ് ചെയ്ത് പിന്നീട് ഗാന്ധിയൻ പാതയിൽ എത്തുന്നവരുണ്ട്. എന്നാൽ കൂടുതലും ഹിന്ദുത്വവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉത്തരവാദിത്വം ആർക്കാണ്? അവർക്ക് തന്നെയാണ്. പ്രധാനമന്ത്രി നേരിട്ടാണ് ട്രസ്റ്റിന്റെ ആൾക്കാരെ നിയമിച്ചത്. ഉദാഹരണം, പ്രധാനമന്ത്രി നിയമിച്ച നൃപേന്ദ്ര മിശ്ര അതിശക്തമായി ട്രസ്റ്റിനെതിരെ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് സ്വാഗതാർഹവുമാണ്, അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇനിയും ചില ആൾക്കാർ ഇത് മോദിജിയും യോഗിയും തമ്മിലുള്ള ഫൈറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തർധാര ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ശരിയായിരിക്കാം അല്ലായിരിക്കാം. പക്ഷേ അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും യോഗിജി വന്നാലും ഇല്ലെങ്കിലും അമ്പലത്തിൽ നിന്ന് ₹1 പോയാൽ അത് തിരിച്ചെടുക്കണം, ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. അത് ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ബദ്രിനാഥ് ആണെങ്കിലും അയോധ്യ ആണെങ്കിലും. അങ്ങനെ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് RSSന്റെ ആളുകൾക്ക് അവിടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മോദി കൊടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു സംസ്ഥാനമാകുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കാണില്ല. കാരണം ഒരുപക്ഷെ ഈ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ആ ഒരു വിവരാവകാശത്തിന്റെ ഒക്കെ പരമായിട്ട് ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ഒരു അയോധ്യ ക്ഷേത്രം ഉണ്ടായിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ആ ഒരു പ്രശ്നം ഈ പറയുന്ന നേതാക്കളിൽ ഒതുങ്ങില്ലാണല്ലോ. അല്ല, അവിടെയാണ് യഥാർത്ഥത്തിൽ അമ്പല സംവിധാനത്തിന് ഞങ്ങളൊക്കെ ഒരുപാട് കാലമായി പറയുന്നൊരു കാര്യമാണ് ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന്. പക്ഷേ ഇപ്പം വെളിയിൽ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഏത് വിശ്വാസിക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ വിശ്വാസികളല്ലേ ഈ കട്ടതെല്ലാം എന്ന് ചോദിക്കും. അപ്പം നമുക്കത് പറയാൻ പോലും പറ്റാത്തൊരു സ്പേസ്. അതെ, അവിടെയാണ് അവിടെ പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നൊരു സജഷൻ വെക്കേണ്ടതും ഞാൻ വളരെ സക്സസ്ഫുൾ ആയി ചെയ്തതും ഇപ്പോൾ MP ജോൺ ബ്രിട്ടാസ് സാർ നമ്മുടെ രാജ്യസഭയിൽ കാര്യമായിട്ട് ഉയർത്തിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ബാധകമാക്കണം.
അമ്പലങ്ങൾക്ക്, ചർച്ച്, മോസ്ക്, ആശ്രമങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ. കാര്യം ഇവിടെ പബ്ലിക്കിന്റെ ഡിവോട്ടി മണിയാണ് പോകുന്നത്, ഭക്തജനങ്ങളുടെ കാശാണ്. അത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. എൻ്റെ പെറ്റീഷനിലാണ്, എൻ്റെ ഡ്രൈവറുടെ പേരിൽ ഞാൻ കൊടുത്ത പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കീഴിൽ വരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇതേപോലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കീഴിൽ വരണം. എന്നാൽ മാത്രമേ വിശ്വാസികൾക്ക് തന്നെ നമ്മുടെ കാശ് എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു സ്പേസ് ഉണ്ടാകൂ, ഒരു ഓപ്ഷൻ ഉണ്ടാകൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ നിലപാടും. ഈ അയോധ്യയിലെ മാത്രം സ്വർണം മാത്രമല്ല, ഇപ്പൊ ചില ന്യൂസ് ചാനലുകളിൽ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിനായിട്ട് സ്വന്തം വീടുകളും കടകളും വിട്ടുകൊടുത്ത അയോധ്യയിലെ തദ്ദേശവാസികൾക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള പണവും ഒരുപക്ഷെ ഈ അഴിമതി അതറിയില്ല. ഒരു അമ്പലക്കാരിയോ ആയതുകൊണ്ട് കാടടച്ച് ഞാൻ വെടിവെക്കില്ല. അതറിയില്ല. അമ്പലമോ പള്ളിക്കാരിയോ ആകുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അപ്പുറം സെൻസിറ്റീവായി സംസാരിക്കണം. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ്. ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയിരുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്കും ബാബറി മസ്ജിദിന്റെ സ്ഥലത്തും പോയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ അമ്പലത്തിന് വേണ്ടി സ്ഥലമെടുത്ത പല പാവപ്പെട്ട ബുദ്ധിമുട്ടുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ വേണ്ട കോമ്പൻസേഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അവരുടെ ദേഷ്യം ഭയങ്കരമായിട്ടുണ്ട്. നോക്കുക, ലോക ശ്രദ്ധ അന്ന് രാമക്ഷേത്രത്തിലേക്ക് വന്നു. BJPയുടെയും RSSന്റെ ഏറ്റവും വലിയ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. എന്നിട്ട് അയോധ്യ BJP തോറ്റു. അതിന് തോറ്റേണ്ട കാരണം ശ്രീരാമനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറയുന്ന പോലെ ശ്രീരാമൻ ഭക്തരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, സാധാരണക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്നേഹം അവരോട് കാണിച്ചില്ല. അതാണ് വിവേകാനന്ദ സ്വാമി പറയുന്നത്, ദരിദ്ര നാരായണന്മാർ. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, നിന്റെ അടുത്തിരിക്കുന്ന പാവപ്പെട്ടവൻ വിശന്നിരിക്കുമ്പോൾ നീ അവനോട് വേദാന്തം ഓതിയാൽ നിന്നെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കും. കാര്യം കൂടെ ഉള്ളവന് വിശക്കുന്ന, അവൻ്റെ വീടില്ല, അവൻ്റെ പിള്ളേർക്ക് വിദ്യാഭ്യാസമില്ല, അവൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതിനും കൂടി പ്രാധാന്യം കൊടുക്കണം. അമ്പലം പള്ളിയും ഒക്കെ നല്ലതാണ്, പക്ഷെ വേണ്ടതല്ല, സാധാരണക്കാരനും കൂടി എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യം കൊടുക്കണം. അപ്പം അവൻ്റെ പ്രോപ്പർട്ടിയും അവൻ്റെ സ്ഥലവും എടുത്തതിന് ശേഷം അവരെയെല്ലാം അരികുവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഫൈസാബാദിൽ BJP തോറ്റു. അത് വലിയ ഞെട്ടലുണ്ടാക്കി എല്ലാവർക്കും. സാക്ഷാൽ ഫൈസാബാദിൽ BJP തോറ്റു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ രീതിയിലുള്ളൊരു മാന്യതയില്ലാത്ത പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അപ്പം അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളതാണ് സത്യം. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ അടുത്ത ആളുകളാണ് ഇവിടെ ഈ അഴിമതി നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസുകളൊക്കെ വരുമ്പോഴും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അഴിമതി അത് ഞാൻ നടത്തത്തില്ല, അത് ഞാൻ ആരെ കൊണ്ടും തീറ്റിക്കുകയില്ല എന്ന് പറയുന്നത്. അത് ജനങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒന്ന് ഷേക്ക് ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദിജിയെ, അദ്ദേഹത്തെ പല കാര്യങ്ങളിലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം കഴിയുന്നത്ര ഒരു ഗാന്ധിയനോ ഗാന്ധിജിയോട് അടുത്ത് നിൽക്കുന്ന സെന്റർ റൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈനാണ് എടുത്തത്. ഇവിടെ ചെല്ലുമ്പോഴും ഗാന്ധിജി ഉയർത്തി പറയും. അതൊരു BJPക്കാർ ഗാന്ധിജിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിനർത്ഥം ഒരു മുസ്ലിം വിരോധം ഉപേക്ഷിച്ചു എന്നോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നതായി കാണിക്കുന്നു എന്നോ കുറച്ചുകൂടെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മോദിജി അത്തരം കാര്യങ്ങളൊക്കെ നല്ല പക്വത കാണിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ യാത്ര പോകുന്നുണ്ട്. നമ്മുടെ അയത്തുള്ള അലി ഖമൈനി, ഇറാനിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമൈനിയെ കാണാൻ പോയപ്പോൾ 7-ാം നൂറ്റാണ്ടിലുള്ള ഒരു പരിശുദ്ധ ഖുറാനാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ സൗദി അറേബ്യയിലെ രാജാവിനെ കാണാൻ പോയപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ചേരമാൻ പള്ളിയുടെ ഗോൾഡ് റെപ്ലിക്കയാണ് കൊടുത്തത്. അപ്പം അത്തരം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും ഉണ്ട്. ഒരു ബാലൻസ് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. ആരെയും വെറുപ്പിക്കരുത്. അത് മോദിജി ചെയ്യുന്നുണ്ട്. പക്ഷേ മോദിജിയുടെ 10 വർഷമായിട്ട് യാതൊരു കറപ്ഷനും മോദിജിക്ക് നേരെ അലിഗേഷൻ വന്നില്ല. വേറെ അലിഗേഷനൊക്കെ വന്നെങ്കിലും വേണ്ട രീതിയിൽ അത് സക്സസ് ഇല്ലാതെ പോയി. അദ്ദേഹത്തിന് നേരെ പലപ്പോഴും ഉള്ള അലിഗേഷൻ ഈ കമ്മ്യൂണലിസമാണ് അല്ലെങ്കിൽ വർഗീയതയാണ്. അത് വരാതിരിക്കാൻ ഇന്ന് പോലും മോദിജി ഇപ്പം നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യത്ത് പോയിരിക്കുകയാണ്, ഇന്തോനേഷ്യ പോയിരിക്കുക. മോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം അങ്ങ് ശ്രദ്ധിച്ചു കാണും, നേരെ പോയത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ്. അതായത് താൻ മുസ്ലിം വിരുദ്ധനല്ല എന്ന് കൃത്യമായി ലോകത്തോട് പറയാതെ പറഞ്ഞുകൊണ്ടാണ് മോദിജി മുമ്പോട്ട് പോയത്. അദ്ദേഹം ആ നിലപാടെടുത്തെങ്കിലും താഴെ തട്ടിലുള്ളവർക്ക് പലപ്പോഴും ഇസ്ലാമോഫോബിയ ഉണ്ടെന്നുള്ള സത്യവുമാണ്. അതാണ് മറ്റൊരു വിഷയം. പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള അണികൾക്കും അംഗങ്ങൾക്കും ഇടയിൽ വ്യാപകമായിട്ട് അതുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ എന്നാലും മോദിജിയുടെ ഈ ക്രെഡിബിലിറ്റി ഒരു ഹിറ്റായി എന്നുള്ള സത്യമാണ്. അവിടെയാണ് മോദിജിയുടെ നിലപാട് എന്താണ് എന്നറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ്, ഈ വിഷയത്തിൽ അദ്ദേഹം എടുക്കുന്ന അവധാനത എന്താണ്, ഇതറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. ശരിക്കും യോഗിജിക്ക് ഉത്തർപ്രദേശിൽ മാത്രമേ ക്ലൗട്ടുള്ളൂ. പക്ഷേ മോദിജിക്ക് അങ്ങനെയല്ല, ഒരു പാൻ ഇന്ത്യൻ ക്ലൗട്ടുണ്ട്. BJPക്ക് അതീതമായൊരു ക്ലൗട്ട് അദ്ദേഹത്തിനുണ്ട്. അത് ഈ മോഡറേറ്റ് ലൈൻ പിടിക്കുന്നതുകൊണ്ട് കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ
കറപ്ഷന്റെ വിഷയത്തിൽ അദ്ദേഹവും സർസംഘചാലകും RSSനെ വിമർശകർ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യം അത്യാവശ്യം ഡിസിപ്ലിനുള്ള ഓർഗനൈസേഷനാണ് എന്നാണ്. അപ്പോൾ ആ ഡിസിപ്ലിനുള്ള ഒരു ഓർഗനൈസേഷനിൽ ഇത് എങ്ങനെ പറ്റി? അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും നിലപാട് വളരെ പ്രധാനമാണ്. അത് മോഹൻ ഭഗവത്ജിയുടെയും പ്രധാനമാണ്, നരേന്ദ്രമോദിജിയുടെയും പ്രധാനമാണ്. രണ്ട്, ഇത് സ്പിയർ ഹെഡ് ചെയ്യേണ്ട, അതായത് സർക്കാരിനെ ചോദ്യശരങ്ങളിൽ മുൾമുനയിൽ നിർത്തേണ്ട രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ പ്രധാനമാണ്. അപ്പം ഈ മൂന്ന് പേരുടെയും നിലപാടുകൾക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കാതോർക്കുന്നത്. എന്തായാലും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വെല്ലുവിളിയാകും. ഒരുപക്ഷെ BJPയുടെ പല കോട്ടകളും തകരാനുള്ള സാധ്യതയും കണക്കിലെടുക്കാൻ സാധ്യതയുണ്ട്. അതായത് അയോധ്യയിൽ എന്താന്ന് അതും കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ, ഇത് BJP പലപ്പോഴും ഒരു ഹിന്ദു കൺസോൾട്ടേഷനാണ്, ഹിന്ദു കാസ്റ്റ് കൺസോൾട്ടേഷൻ എന്നുള്ള ലക്ഷ്യമാണ് വെക്കുന്നത്. അവിടുത്തെ സമാജ്വാദി പാർട്ടി മുസ്ലിം യാദവ് പാർട്ടിയാണ്. മുസ്ലിം സമൂഹവും യാദവ സമൂഹവുമാണ് പലപ്പോഴും ഉള്ളത്. ഈ കോമ്പിനേഷനിലാണ് പണ്ട് കോൺഗ്രസും അങ്ങനെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സവർണ ഹിന്ദു വോട്ടുകൾ, അതായത് ഫോർവേഡ് കാസ്റ്റ് ഹിന്ദു വോട്ടുകളെ വലിയ രീതിയിൽ BJP കൺസോൾട്ടേറ്റ് ചെയ്യുകയും പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറേ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവർ ജയിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബേസ്. അതിന് മുസ്ലിമിനെ ശത്രുവായി ചിത്രീകരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തവണ സവർണ ഹിന്ദു വോട്ടുകൾ വലിയൊരു ശതമാനം BJPയുടെ കോർ വോട്ട് ബാങ്ക് അതാണ്. ആ വോട്ട് ബാങ്ക് കാര്യമായി വിള്ളൽ വീഴും. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് പണ്ട് കോൺഗ്രസ്സുകാർ തിരിച്ച് ഈ ഹിന്ദു വോട്ടാണ് പിടിക്കേണ്ടത്. കോൺഗ്രസ്സുകാർ ഏത് വോട്ടാണ് പിന്നെ പിടിക്കേണ്ടത്? അതായത് ഈ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസ് ആയിരുന്നു പണ്ടത്തെ ഹിന്ദു പാർട്ടി. അതായത് യഥാർത്ഥത്തിൽ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ശശി തരൂർ സാർ പറയുന്ന നല്ലൊരു നിർവചനം, മഹാത്മാഗാന്ധി ഈസ് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ തോൽപ്പിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ ഗാന്ധിജിയുടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹിന്ദുവാണ്. നമ്മുടെ അയ്യപ്പനൊക്കെ പറയുന്നത് പോലെ അയ്യപ്പനും ബാവരും വെളുത്തയാണ്. ആ ഹിന്ദു അല്ല ഇവരുടെ ഹിന്ദുത്വം. അതാണ് അതിന്റെ പ്രശ്നം. ഗാന്ധിജിയുടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ച് പോലും മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ താല്പര്യം സംരക്ഷിക്കണമെന്നും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ആ തീവ്ര ഹിന്ദുത്വം വേറൊരു ലൈനാണ്. അങ്ങനെയാണ് ഈ തീവ്ര ഗോഡ്സെ അല്ലെങ്കിൽ ഹിന്ദുത്വവാദിയായ ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത്. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ ഇലക്ഷൻ എങ്ങനെ വരുമെന്ന് നോക്കണം. പിന്നെ ഒരു കാര്യമുള്ളത്, BJPക്ക് വലിയൊരു ഇലക്ഷൻ മെഷീനുണ്ട്. നമ്മുടെ നാട്ടിൽ CPM-നൊക്കെ ഉള്ളതുപോലെ ഒരു ഇലക്ഷൻ മെഷീനറി BJPക്ക് വളരെ സ്ട്രോങ് ആണ്, വളരെ വെൽ ഫണ്ടഡ് ആണ്. അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മാറി മറിയുമെന്ന് അറിയില്ല. പക്ഷേ പബ്ലിക് പൾസ് എന്നൊരു കാര്യമുണ്ട്. ആ പബ്ലിക് പൾസ് കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ തോറ്റത്. LDF അല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞ് നാട് മുഴുക്ക പിണറായി വിജയന്റെ പോസ്റ്റ് വെച്ചിട്ടും കോൺഗ്രസ്സുകാർക്ക് കാശും ഇല്ലായിരുന്നു. BJPയും CPM-നോടും കമ്പയർ ചെയ്യുമ്പോഴും കോൺഗ്രസ്സുകാർക്ക് കാശ് വളരെ കുറവാണ്. പക്ഷേ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നത് ആ പബ്ലിക് സെന്റിമെന്റ്സ് എന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ്. ആ പബ്ലിക് സെന്റിമെന്റ്സ് UP-യിൽ വർക്കൗട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 10 മാസം കൊണ്ട് ഇലക്ഷന് എന്തായാലും ഈ രാമക്ഷേത്രം ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.